ഹലോ ഡിയേഴ്സ്. അപ്പോൾ മലയാളം ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മലയാളവും ഇംഗ്ലീഷും നമ്മൾ പ്രീവിയസ് എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചിട്ടായിരിക്കും നമ്മൾ എക്സാം ഹാളിലേക്ക് എത്തുന്നത് എന്ന ഉറപ്പിൽ നമുക്ക് എല്ലാം നോക്കിയിട്ട് തന്നെ പോകാം. 2023 മുതൽ 2024 വരെ നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും മലയാളവും ഇംഗ്ലീഷും ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചിട്ടായിരിക്കും നമ്മൾ ഹാളിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഗീതാഞ്ജലി ഈസ് ദ ഡേഷ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. അപ്പം അതിൻ്റെ ആൻസറായിട്ട് വന്നിട്ടുള്ളത് മാഗ്നം ഓപ്പസ് ആണ്. ബി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്ലേസ് വേർ ബേർഡ്സ് ആർ കെപ്റ്റ് ഈസ് കാൾഡ് ആൻഡ് ഡേഷ്. അവിടെ ആൻസറായിട്ട് വന്നിട്ടുള്ളത് അവിയറി ആണ്. ബി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസറായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചീഫ് ഗസ്റ്റ് ഡാഷ് ഇൻ ടൈം. അവിടെ ഡി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസറായിട്ട് വന്നിട്ടുള്ളത് ടേൺഡ് അപ്പ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. ഡി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഒക്കേഷൻ എന്ന് കറക്റ്റായിട്ട് എഴുതുന്നത് ശ്രദ്ധിച്ചിട്ട് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ ഫോളോയിങ്. മനോജ് ഹാസ് റീഡ് മെനി ഗുഡ് ബുക്സ്. അവിടെ സി ഓപ്ഷനാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. മെനി ഗുഡ് ബുക്സ് ഹാവ് ബീൻ റീഡ് ബൈ മനോജ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വേർഡ് വിച്ച് ഡസ് നോട്ട് മീൻ അമെൻറ്റ്. എ ഓപ്ഷനാണ് ജോയിൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഐ ഹാഡ് ടൈം ഡേഷ്. അവിടെ വന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഐ വുഡ് വാച്ച് എ ഫിലിം. അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് എ ഓപ്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹി ആസ്ക്ഡ് ഡേഷ്. അവിടുത്തെയും ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. വെദർ ഷീ കുഡ് സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഈസ് എനി ഗ്രാമാറ്റിക്കൽ എറർ ഇൻ ഇറ്റ്. ദ എറർ ഇഫ് എനി വിൽ ബി ഇൻ വൺ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. ഇഫ് ദർ ഈസ് നോ എറർ the answer is 4. Mark the answer in the response sheet. ഓക്കെ, അപ്പോൾ ബി ഓപ്ഷൻ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഹൗ ഓൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ക്വസ്റ്റ്യൻ ബിലോ ദർ ഈസ് സെൻറ്റൻസ് ഓഫ് വിച്ച് സം പാർട്സ് ഹാവ് ബീൻ ജംബിൾഡ് അപ്പ്. റീഅറേഞ്ച് ദീസ് പാർട്സ് ലേബിൾഡ് PQR and S produce the correct sentence. Choose the proper sequence and mark the answer in the response sheet. അപ്പം അവിടുത്തെ ആൻസർ വന്നിട്ടുള്ളത് സി ഓപ്ഷനാണ്. സി ഓപ്ഷൻ SPQR എന്നിങ്ങനെയാണ് അത് യോജിപ്പിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് 71ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള രൂപം ഏത് എന്നാണ്. ഹാർദമാണ് ശരിയായിട്ടുള്ളത്. എ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണെന്നാണ്. അത് സോമികളാണ്. ബി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബഹുലം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണെന്നാണ്. സി ഓപ്ഷനാണ് വിരളമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നതിന് സമാനമായിട്ടുള്ള മലയാളത്തിലെ ചൊല്ലേതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഡി ഓപ്ഷനാണ് കാറ്റുള്ളപ്പോൾ പാറ്റണം. അടുത്ത ക്വസ്റ്റ്യൻ, 5-6 ദിവസമായല്ലോ ഈ തിണ്ണയിലിരിക്കാൻ തുടങ്ങിയിട്ട് എന്ന വാക്യത്തിൻ്റെ 5-6 എന്ന ഏത് സമാസത്തെയാണ് കുറിക്കുന്നതെന്നാണ്. അത് ദ്വന്ദ്വൻ സമാസത്തെയാണ് കുറിക്കുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ പര്യായമല്ലാത്തത് ഏതാണെന്നാണ്. ബി ഓപ്ഷനാണ് പര്യായമല്ലാത്തത് ആനനമാണ്. കാനനം, വിപിനം, ആരണ്യം എന്നൊക്കെ പറഞ്ഞാൽ കാടാണ് അല്ലേ. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതെന്നാണ്. ഡി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഉദാരമതികളായിട്ടുള്ള നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോപസന്ധിക്ക് ഉദാഹരണം ഏതെന്നാണ്. ഇപ്പോൾ എ ഓപ്ഷനാണ് തണുപ്പുണ്ട് എന്നതാണ് ലോപസന്ധിക്ക് ഉദാഹരണം. അടുത്തത്, ഷോണിമ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ്. ചുവപ്പാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ്. സി ഓപ്ഷനാണ് ഉമ്മാച്ചുവിലെ കഥാപാത്രമാണ്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്ലാസ്സുമായിട്ട് നാളെ കാണാം. താങ്ക് യു ഓൾ. ഡെയിലി നമ്മൾ 2 ക്ലാസ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ.